ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് മരിച്ചു പോകുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പാതി വഴിയിൽ മരണപ്പെട്ടു പോകുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഏതൊരാൾക്കും അവരുടേതായ, അവർ പൊന്നുപോലെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളുണ്ടാകും. നമ്മൾക്കൊക്കെയുണ്ട്. നമ്മളൊക്കെ താലോലിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ സ്വപ്ന ഭൂമിയിലേക്ക്, സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ നാം കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങൾ. സ്വപ്നലോകത്തേക്കുള്ള നൂൽപ്പാലങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയെത്ര തീരുമാനങ്ങൾ എടുക്കുന്നു, എത്രയെത്ര ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു വേള നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ എടുത്ത തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളൊക്കെ സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തുമായിരുന്നു? അപ്പോൾ ഇങ്ങനെ പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്ന സ്വപ്ന നൂൽപ്പാലങ്ങളെ എങ്ങനെ മുറിയാതെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാമെന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന കാര്യങ്ങൾ. നമ്മളൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ബിഷാറ കേൾക്കുന്ന ആളുകളൊക്കെ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, പരിശീലന ശിബിരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഓരോ പരിശീലനങ്ങൾക്കൊടുവിലും, ഓരോ ട്രെയിനിങ്ങുകൾക്കൊടുവിലും വളരെ എനർജി, ഊർജം സംഭരിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും. എത്രയെത്ര തീരുമാനങ്ങളാണ് നമ്മൾ എടുത്ത് തള്ളിക്കളഞ്ഞത്. ഇങ്ങനെ പാതി വഴിയിൽ മരിച്ചു വീഴുന്ന തീരുമാനങ്ങളെ എങ്ങനെ ഉറപ്പിച്ചു നിർത്താമെന്ന് എല്ലാവരും അന്വേഷിക്കുന്ന കാരണങ്ങളാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുന്ന വഴികളാണ്. അപ്പോൾ അതിന് പ്രധാനമായും ആളുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ്. മൈൻഡ് സെറ്റ് ഉറക്കാത്തത് കൊണ്ടാണ്. മൈൻഡ് സെറ്റ് മോശമായത് കൊണ്ടാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തത്. നമ്മെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മളെടുത്ത തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ, ഡയറ്റ് സംബന്ധമായ കാര്യങ്ങൾ, വളരെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും. ഇത്ര സമയം കൊണ്ട് ഞാൻ ഇത്ര വെയിറ്റ് കുറക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇത്ര മാസം കൊണ്ട് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കും. ഇത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർക്കും. ഇത്ര പുസ്തകങ്ങൾ ഞാൻ എഴുതും. ഇങ്ങനെ ഇതേ രീതിയിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ തീരുമാനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. എന്താണൊരു പോംവഴി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 7 വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ വഴികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതൊരു തീരുമാനവും, ഏതൊരു ശീലവും അത് ഉറക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികളെ പാരൻറ്റിങ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പാരൻറ്റിങ് തിയറിയുടെ സിദ്ധാന്തങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഉണർത്താറുണ്ട്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവകൾക്ക് സപ്പോർട്ട് കൊടുക്കണം, അപ്രീസിയേഷൻസ് കൊടുക്കണം, അംഗീകാരങ്ങൾ കൊടുക്കണം. അതേ തിയറി, അതേ സിദ്ധാന്തം
നമ്മളിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നിങ്ങൾ. നാം ഒരു തീരുമാനമെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്യുന്നു. ഇന്ന് രാവിലെ എനിക്ക് ഇതേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ശരിക്കും വളരെ തീവ്രമായ, ശക്തമായ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അപാരമാണ്. വലിയ ശക്തി വേണം ആ തീരുമാനം നടപ്പിലാക്കാൻ. വലിയ കരുത്ത് വേണം ആ തീരുമാനം നടപ്പിലാക്കാൻ. വിഭവസമൃദ്ധമായ, വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങൾ നമ്മളെ മുന്നിലൂടെ കടന്നു പറയുമ്പോൾ അതിനോട് നോ എന്ന് പറയണമെങ്കിൽ ചെറുതല്ലാത്ത മനക്കരുത്ത് വേണം, മനക്കട്ടി വേണം. ഇങ്ങനെ ഒരവസരത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ ഒരു വേള വിജയിച്ച സന്ദർഭം ഉണ്ടാവും. ചായ വരുമ്പോൾ, മധുരമുള്ള ഭക്ഷണങ്ങൾ വരുമ്പോൾ, എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ വരുമ്പോൾ അതിനോട് നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മളവിടെ വിജയിയാണ്. വലിയ കരുത്താണ് നമ്മളവിടെ തെളിയിച്ചിരിക്കുന്നത്. പക്ഷെ ആരെങ്കിലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് ഒരു നീറ്റലാണ്, ഒരു സങ്കടമാണ്, ഒരു വേദനയാണ്, ഒരു നിരാശയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ ഉള്ളിലെ ട്രൂ സെൽഫിനെ നിങ്ങളൊന്ന് പാറ്റ് ചെയ്യുക. യു ഹാവ് ഡൺ, വെൽ ഡൺ, വെരി ഗുഡ്. അവിടെയുള്ള ആ വിജയത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് ശക്തി കൂടുമെന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ആവർത്തിക്കുകയാണെങ്കിൽ മറ്റൊരു സമയത്തു കൂടെ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്നു. അപ്പോഴും നിങ്ങൾ വാവ്, എന്തൊരു ഫീലിംഗാ, ഞാനിവിടെ വിജയിച്ചു അല്ലേ, വെൽ ഡൺ. നിങ്ങൾ സ്വയം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത്. ഇത് ഏത് ഉദാഹരണത്തിലേക്കും എടുത്തു വെച്ച് നോക്കൂ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട്, സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാൻ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ കോഴ്സിൽ ചേരുന്നു, പുസ്തകങ്ങൾ വാങ്ങുന്നു, അതിൻ്റെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ബട്ട് എന്തുമാത്രം നടക്കുന്നില്ല, അതിനു വേണ്ടി ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇരിക്കും. പക്ഷേ ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളവിടെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇരിക്കാനുള്ള എനർജി നിങ്ങൾക്ക് കൂടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണിത്. നോർമലി നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് തന്നെ പുറത്തു നിന്ന് അധികം ആളുകൾ അതിനെ ആത്മാർത്ഥമായും അപ്രീഷിയേറ്റ് ചെയ്യാൻ, അനുമോദിക്കാൻ, അംഗീകരിക്കാൻ വന്നുകൊള്ളണമെന്നില്ല. ഇത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നേരെ മറിച്ച് സംഭവിക്കാം. അതിനെ പരിഹസിക്കാനും നമ്മുടെ എനർജി കുറക്കാനുള്ള കാരണങ്ങൾ സംഭവിക്കാം. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേസമയം നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, പാറ്റ് ചെയ്യാൻ, യു ഹാവ് ഡൺ ഗ്രേറ്റ്, വാവ് എന്ന് പറയാൻ നിങ്ങൾക്കുള്ളിലെ നിങ്ങൾ സന്നദ്ധമായാൽ, തയ്യാറായാൽ, ഞാൻ പറയുന്നു, ഈ ദുർബലമായ നൂൽപ്പാലത്തിൻ്റെ കട്ടി കൂടി വരും, അതിൻ്റെ ശക്തി കൂടി വരും. അത് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നാം കണ്ട സ്വപ്നങ്ങൾ, നാം കണ്ടുകൂട്ടിയ സ്വപ്നങ്ങൾ, നമ്മുടെ സ്വപ്ന ലോകത്തേക്കുള്ള പ്രയാണത്തിന് ആക്കം കൂടും, ആത്മവിശ്വാസം കൂടുമെന്നാണ് എനിക്ക് ഈ ബിഷാറയിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇതുപോലെ 7 മാർഗങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ദുർബലമായി പോകുന്ന മൈൻഡ് സെറ്റിനെ ശക്തിപ്പെടുത്താൻ. ദുർബലമായി പോകുന്ന, പാതി വഴിയിൽ മരിച്ചു വീഴുന്ന തീരുമാനങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ഉള്ള വഴികൾ. അതിൽ ഏറ്റവും ശക്തവും ഏറ്റവും ഇഫക്റ്റീവും ഏറ്റവും റിസൾട്ടുള്ളതുമായ മാർഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത്. അതായത് ബി യുവർ സപ്പോർട്ടർ, ബി യുവർ അപ്രീഷിയേറ്റർ, ബി യുവർ ഫൊർഗീവർ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ബി യുവർ ഫൊർഗീവർ. പലപ്പോഴും കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കും, പക്ഷേ നമ്മൾ വീഴ്ച വരുത്തും. ടു എർ ഈസ് ഹ്യൂമൻ, ടു ഫൊർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞിട്ടില്ലേ?
മാപ്പ് കൊടുക്കൽ ദൈവീകമാണ്. നമ്മൾക്ക് മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ നമുക്ക് മാപ്പ് തരിക? നമ്മൾ നമ്മുടെ ശക്തമായ തീരുമാനങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തി. ഡയറ്റ് ഫോളോ ചെയ്യുന്ന കാര്യത്തിലാവാം, മറ്റു കാര്യങ്ങളിലാവാം. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഗോ ഫോർവേഡ്. സാരില്ല, നാളെ വീണ്ടും ശക്തമായി മുന്നോട്ട് പോകാം ഈ മാപ്പ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായി, നമ്മുടെ ഏറ്റവും വലിയ അപ്രീഷിയേറ്ററായി നമ്മൾ വരുമ്പോൾ പാതി വഴിയിൽ മരിച്ചു വീഴില്ല സ്വപ്നങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നവും പേറി അക്കരെ എത്തും എന്നുള്ളതാണ് ഈ നല്ല ഒരു പ്രഭാതത്തിലെ ആശംസയായി നിങ്ങളെ അറിയിക്കാനുള്ളത്. നാം എല്ലാവരും കണ്ടുകൂട്ടിയ, നാം എല്ലാവരും താലോലിക്കുന്ന സ്വപ്നങ്ങൾ നമുക്ക് ആ സ്വപ്ന ലോകത്തെത്താൻ പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.